നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ ഒരു യുഗത്തിലേക്ക് ഇന്നത്തെ തലമുറ എത്തിയില്ലയോ? ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസത്തുൻ ലാ യുദ്ഖിലുഹുമുൽ ജന്ന, മൂന്ന് കൂട്ടർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ അകത്തളത്തിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സലാസത്തുൻ ലാ യുദ്ഖിലുഹുമുൽ ജന്ന, മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗ്ഗത്തിൽ കടക്കൂല സ്വഹാബ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കട്ടെ. ഏതൊക്കെയാണ് ആ മൂന്ന് കൂട്ടർ? ഒന്നാമതായി നബി തങ്ങൾ പറയുന്നു, അദ്ദുയൂസു. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ദുയൂസ് എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ അശ്ലീലതകൾ ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സവും ചെയ്യാതെ നിലകൊള്ളുന്ന ആള്. മക്കള് തിന്മ ചെയ്യാൻ ഒന്നും മിണ്ടുന്നില്ല. വാപ്പ ഒരു കുഴപ്പമില്ല, വലിയ വല്യാപ്പാൻ, ഭയങ്കര നിസ്കാരമൊക്കെ ഉള്ള ആളാണ്. ഉമ്മ ഉണ്ട്, 5 ഹജ്ജ് ചെയ്താകുന്ന വാപ്പയുണ്ട്, 4 ഉംറ ചെയ്ത ഉമ്മമാരുണ്ട് വീട്ടിൽ. ഭയങ്കര നിസ്കാരവും ആബിദത്തുമായ ഉമ്മയാൻ. ഓൺലൈൻ മജ്‌ലിസുകളിലൊക്കെ സജീവമായിട്ടിരിക്കും, എല്ലാ കാര്യങ്ങളും ചെല്ലും, ദിക്ർ ചെല്ലും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യമില്ല, മക്കളൊക്കെ തെറ്റ് ചെയ്യുന്നതിന് പരിപൂർണമായി പിന്തുണ, മിണ്ടുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയിപ്പിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ ദുനിയാവിൽ ദയൂസിന്റെ അഹ്ലുകാരുണ്ടാകും, അവസാന കാലഘട്ടത്തിൽ കൂടി വരുമേ. ആരാണ് ദയൂസ്? അല്ലദീ യുഖറു ഫീ അഹ്ലിഹി അൽ ഖബസ, സ്വന്തം കുടുംബത്തിൽ തെറ്റുകൾ ചെയ്യുന്നതിനെ പരിപൂർണമായി സ്ഥിരപ്പെടുത്തുന്നവരാണ്. കുടുംബാദികൾ തെറ്റ് ചെയ്യുന്നതിനെ പരിപൂർണമായി പിന്തുണ കൊടുക്കുന്നവരാണ് ദുയൂസിന്റെ അഹ്ലുകാർ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്ന് വിഭാഗം ആളുകൾ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല സ്വഹാബ. ഫലാസത്തുൻ ലാ യുദ്ഖിലുഹുമുൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന പവിത്രമാക്കപ്പെട്ട സ്വർഗ്ഗം പുൽകാൻ മൂന്ന് വിഭാഗത്തിന് കഴിയുകയില്ല. ആദ്യമായി റസൂലുള്ളാഹി എണ്ണുകയാണ്, അദ്ദുയൂസ്, ഈ ദുനിയാവിൽ സ്വന്തം കുടുംബത്തിൽ തെറ്റുകൾക്ക് കളമൊരുക്കുന്ന രക്ഷിതാക്കളില്ലേ? മക്കള് തെറ്റ് ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുന്ന വാപ്പയില്ലേ? മകൻ തെറ്റ് ചെയ്യുമ്പോൾ പരിപൂർണമായി പിന്തുണ കൊടുക്കുന്ന രക്ഷിതാക്കളില്ലേ? ഏറ്റവും വലിയ തെറ്റുകാരാണ്, ദുയൂസാണവരെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ രക്ഷിതാക്കൾ അതല്ലേ? മക്കള് തെറ്റ് ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കാൻ, കള്ളു കുടിക്കുന്നതിനോ സിനിമ കാണുന്നതിനോ സീരിയൽ ദർശിക്കുന്നതിനോ ഒരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല, വീട്ടിൽ നല്ല റാഹത്തായിട്ട് 8K ടി വി വാങ്ങിച്ച്, സോണിയുടെ TV വാങ്ങിച്ച് വെച്ചിട്ട് സ്വന്തം മക്കളെയും ഭാര്യയും ഒക്കെ ചേർത്തെടുത്ത് OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ഒരുമിച്ചിരിക്കാൻ ജയിലർ കാണണ്ടേ? ഒരുമിച്ചിരിക്കുക, ഇതാണ് അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വൈകിട്ട് ഇശാ കഴിഞ്ഞിട്ട് ഇതാ പരിപാടി. എല്ലാ ദിവസവും OTT പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന സിനിമകളെല്ലാം ഒരുമിച്ചിരുന്ന് കാണുക. നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറിലും ഒക്കെ വരുന്ന എല്ലാം ഇരുന്ന് റാഹത്തായിട്ട് ആചാര്യ കാണുക. ആചാര പകല് ഭയങ്കര ആയത്തോ ദിവസമാണ്, രാത്രി മുഴുവൻ ഇതാ പരിപാടി. ഇശാ കഴിയുമ്പോൾ ഇതാ പരിപാടി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പകല് 10 വരെ കണ്ടു കഴിഞ്ഞാൽ ആയത്തോ ദിവസവും ഓതി ഭയങ്കര പഠിപ്പിക്കാൻ. രാത്രി ആയി കഴിഞ്ഞ ഇശ കഴിഞ്ഞിട്ട് പെൺമക്കളെയും മക്കളെയൊക്കെ ചേർത്തിരുത്തിയിട്ട് സിനിമ കാണുക, പടം കാണുക. ഇങ്ങനത്തെ ആളുകളുണ്ട്. അദ്ദുയൂസ്, സ്വന്തം വീട്ടിൽ തെറ്റിന് കളമൊരുക്കുന്നവനാണ് അവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തെറ്റ് ചെയ്യുക മാത്രമല്ല, ഒറ്റയ്ക്കിരുന്ന് തെറ്റ് ചെയ്യല്ല, സ്വന്തം മക്കൾ തെറ്റ് ചെയ്യുമ്പോ, ഭാര്യ തെറ്റ് ചെയ്യുമ്പോ, കുടുംബം തെറ്റ് ചെയ്യുമ്പോ മിണ്ടാതിരിക്കുന്നവൻ. അനങ്ങൂല, ഒന്നും മിണ്ടൂല. അങ്ങനെയാണല്ലോ ഇപ്പൊ കല്യാണമൊക്കെ വരുമ്പോ കാണിക്കുന്ന പേക്കൂത്തുകൾ വലിയ ഹാജിയാരുടെ വീട്ടിലായി നടക്കുന്നത്.
ഭയങ്കര ആയത്തോദീസും അല്ലെങ്കിൽ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന ആളാ. 10 മിനിറ്റ് പ്രസംഗിക്കാൻ കൊടുത്ത ആയത്തോദീസും നിരവധി. പക്ഷെ സ്വന്തം മകളുടെ കല്യാണം വന്നപ്പോ എല്ലാം മാറി. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും കടക്കാം, നോക്കാം, രസിക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. തഴവാ ഉസ്താദിന്റെ വരികളാണ്. 25 വർഷമായി മഹാനുഭാവൻ മരണപ്പെട്ടു പോയിട്ട് അതിനും എത്രയോ കൊല്ലം മുമ്പ് അൽ മവാഹിബുൽ ജരീൽ എഴുതി വെച്ചതാകുന്ന വരികളാണ്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഈ കാലഘട്ടത്തിൽ പ്രസക്തമായ വരികളാണ്. പണമുള്ള ആളുകൾ സ്വന്തം മക്കളുടെ കല്യാണങ്ങൾ വരുമ്പോ പേക്കൂത്തുകൾ കടിമപ്പെടുന്നതായ യുഗമാണ്. പണമുള്ള ആള് പണത്തിന്റെ പെരുപ്പം നാട്ടുകാരെ കാണിക്കുന്നത് എപ്പോഴാണ്? മകളുടെ കല്യാണം വരാൻ നോക്കിയിരിക്കാം. അപ്പോഴാണ് നാട്ടുകാരെ മുഴുവൻ അറിയിക്കുക. 5 ദിവസത്തെ കല്യാണം, മഞ്ഞ കല്യാണം, പച്ച കല്യാണം, അങ്ങനെ ഇങ്ങനെ JCB കൊണ്ടുവരല്ലേ എല്ലാ പരിപാടിയും. ബൊഫെ പരിപാടി, പാശ്ചാത്യരുടെ എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട്. അടിച്ചുപൊളി കല്യാണം 4-5 ദിവസമാണ് നാട്ടുകാരെ മുഴുവൻ വിളിക്കാൻ. അവസാനം നാട്ടുകാരൊക്കെ എന്ത് കേട്ടോ ഭക്ഷണം തികയുന്നുമില്ല. അതാ രസം. ഇങ്ങനെ അടിച്ചുപൊളി കല്യാണം നടത്തുന്നവന്റെ മിക്കവന്റെ വീട്ടിൽ എന്ത് തികയുന്നില്ല? ഭക്ഷണം തികയുന്നില്ല. കാരണം ബറക്കത്തില്ല. ചെലവ് ചുരുക്കിയിട്ട് നടത്തുന്ന നിക്കാഹിലാണ് ബറക്കത്തെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് മലബാറിന്റെ മക്കളൊക്കെ കല്യാണം പൂരപ്പറമ്പുകളാക്കി മാറ്റുകയാണ്, സിനിമാ സ്റ്റൈലാക്കി മാറ്റുകയാണ്. വലിയ വലിയ പണച്ചാക്കുകൾ പോലും പാവപ്പെട്ടവരെ പേടിപ്പിക്കുന്ന നിലയ്ക്കുള്ള കല്യാണ മാമാങ്കം ഇന്ന് കാണിക്കുകയാണ്. പണത്തിൻ്റെതാകുന്ന പെരുപ്പം അള്ളാഹുവിനെ മറന്നുകൊണ്ട് ധൂർത്തും ദുർവ്യയവും നടത്തുകയാണ്. ഒരു പിടുത്തം വരും. കോവിഡ് നമുക്ക് മുന്നിലുണ്ട്. അള്ളാഹുവിന്റെ പള്ളി പോലും അടയ്ക്കപ്പെട്ടതാകുന്ന സാഹചര്യം നമുക്കുണ്ട്. പ്രശ്നങ്ങൾ വന്ന് പറയാനുള്ള കോടതിയാകുന്ന പടച്ചറപ്പിന്റെ ഭവനങ്ങൾ പോലും അടച്ചുപൂട്ടപ്പെട്ട് ഉത്തുമകൾ പോലും ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം നമുക്ക് മുമ്പിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അഹങ്കരിക്കരുത് നീ. അടുത്ത സെക്കൻഡിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നൽകിയിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളും പടച്ചറപ്പ് പിടിച്ചു കൊണ്ടുപോകുമെന്നുള്ള ഉത്തമ ബോധം മുസ്ലിമേ നിന്റെ ഹൃദയത്തിൽ നിന്ന് മറയരുത്. പലസ്തീനിന്റെ മക്കളിലേക്ക് നിങ്ങൾ നോക്കി. പാവപ്പെട്ടതാകുന്ന മക്കൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പ്രയാസം അനുഭവിക്കുകയാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല, വിദ്യുത് ശക്തിയില്ല. എല്ലാം അല്പാൽപമായിട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ്. ആകാശത്തിന്റെ മീതെ പറന്നു വരുന്ന ഹെലികോപ്റ്ററിൽ ഇട്ടുകൊടുക്കുന്നതാകുന്ന ചെറിയ ചെറിയ പൊതികൾ കൈപ്പറ്റാൻ 10,000-കണക്കിന് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് നിലകൊള്ളുകയാണ്. 20 ലക്ഷത്തിലധികം വരുന്നതാകുന്ന മക്കളാണ് അവിടെ നമ്പരപ്പെടുന്നത്. മുസ്ലിമീങ്ങളിൽ പാവപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ. എന്തേ നിന്റെ ഹൃദയത്തിൽ നീറ്റലില്ലേ? എന്തേ നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടില്ലേ? നിനക്ക് പടച്ചിറപ്പ് നൽകിയതാകുന്ന സമ്പത്തിൽ നീ അഹങ്കരിക്കുകയാണ്. നീയും നിന്റെ ഭാര്യയും നിന്റേതാകുന്ന മക്കളും കുടുംബവും പടച്ചിറപ്പിനെ മറന്നിട്ട് സുഖലോലുപതയിൽ പുതച്ചു മൂടി കിടന്നുറങ്ങുകയാണ്. സുബഹിയുടെ ബാങ്ക് മുടങ്ങുമ്പോ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിന് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിച്ചിട്ട് പുതച്ചു ഉറങ്ങുന്ന മനുഷ്യ, ഒരു പിടുത്തം നിനക്കുണ്ടാവും. നീ ചിന്തിക്കണം. ഒരു സെക്കൻഡിൽ നീ അതിനെ ചിന്തിക്കാൻ. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു നിന്നെ കൊണ്ടുപോകും. മാരകമാകുന്ന വിപത്ത് അല്ലാഹു നൽകും. നിനക്ക് അഹങ്കാരമാണ് സമ്പത്ത് കൂടി പോയതിന്റെ പേരിൽ. പ്രവാസ ലോകത്ത് പോയിട്ട് 10 ചിക്കിലി ഒക്കിച്ചു കൊണ്ടുവരുമ്പോ നാട്ടിലുള്ള ഉസ്താദുമാരും ഉലമാക്കളും മുത്തഅല്ലിമീങ്ങളും നിനക്ക് വേണ്ടി സ്വന്തം കുടുംബവും പ്രാർത്ഥിച്ചു കിട്ടിയതാകുന്ന സമ്പാദ്യം, അല്ലാഹു നിനക്ക് ഔദാര്യമായി നൽകിയ സമ്പാദ്യം, അതിവിടെയുള്ള പാവപ്പെട്ടവന്റെ മുന്നിൽ അഹന്ത കാണിക്കാനും അഹങ്കാരം കാണിക്കാനും ഉള്ളതല്ല. കല്യാണത്തിന്റെ പേരിൽ പേക്കൂത്തുകൾക്ക് അടിമപ്പെടുകയാണ് മുസ്ലിം സമുദായം. പല രീതിക്കുള്ള ഡ്രസ്സുകളാണ്, ഡ്രസ് കോഡുകളാണ്, വ്യത്യസ്തമാകുന്ന ആഹാര പദാർത്ഥങ്ങളാണ്.
എന്തെല്ലാം ഭക്ഷണങ്ങളാണ്. അതൊക്കെ ബൊഫേ സംസ്കാരവുമായി മാറി. വരുന്നവരൊക്കെ വന്ന് യാചിച്ച് വന്നെടുക്കണം. പ്ലേറ്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ പോകണം. വിളിച്ച് ക്ഷണിച്ചിട്ടാ വന്ന് അവസാനം ഇവിടെ വന്നിട്ട് യാചനയാണ്. അപ്പൊ അവനിങ്ങനെ ഒരു കോഴിക്കറി. എന്താണ് ഈ സൽക്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നിട്ട് 10,000-കണക്കിന് ആളുകളെ വിളിക്കുക. അവസാനം ഒരു 5,000 പേർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. കാരണം എന്താ? ബർക്കത്തില്ല. ഇതാണ് മിക്ക സ്ഥലങ്ങളിൽ നടക്കുന്നത്. ബർക്കത്തില്ല. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അഅ്ളമൻ നിക്കാഹി ഐസറഹു മുഅനതൻ. ചെലവ് ചുരുക്കിയിട്ട് നടത്തുന്ന നിക്കാഹുണ്ടോ അതിൽ ബർക്കത്തുണ്ട്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. എങ്ങനെ ചെലവ് ചുരുക്കാൻ പറ്റും? വിളിച്ചില്ലേ പ്രശ്നം. കല്യാണത്തിൻ്റെതാകെ ആലോചന വരുമ്പോഴേ തന്നെ പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം. എല്ലാം പിണക്കങ്ങളാണ്. പിണങ്ങാൻ നോക്കിയിരിക്കുകയാണ് ഇന്നത്തെ തലമുറകൾ, പ്രത്യേകിച്ച് സ്ത്രീ വിവാഹം. സ്ത്രീകൾ അങ്ങനെ തന്നെ അതിനുവേണ്ടി തന്നെ ഒരുങ്ങിയിരിക്കാൻ. നമ്മളെ വിളിച്ചിട്ടില്ല. ഇതാണ് ആണുങ്ങളും പുറകിലല്ല. ഇനി ഒരാണ് നന്നായാൽ തന്നെ പെണ്ണുങ്ങൾ പുറകിൽ നിന്ന് സൂചി കൊടുക്കുകയാണ്. തലയണ മന്ത്രം. അവിടെ പോരുത്, കാരണം അവര് നമ്മളെങ്ങോട്ട് ഒന്നാൾ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെ പിണങ്ങി കഴിയാനുള്ളവരാണോ നമ്മൾ? മുസ്ലിമീങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിണങ്ങുന്നത്? ഇണക്കം വെക്കണ്ടേ? മനുഷ്യൻ അവരുടെ തിരക്ക് കാരണം വിട്ടുപോയിട്ടുണ്ടാകും. ഒരു കല്യാണത്തിന് വിളിച്ചില്ലെന്ന് കരുതി നീ എന്തിനാണ് ഇങ്ങനെ പിണങ്ങി ജീവിക്കുന്നത്? എവിടെയാണ് നമ്മുടെ തലമുറ എത്തുന്നത്? നീ എന്ത് ഭക്ഷണം കണ്ടിട്ടില്ലേ? ഇപ്പോഴും നീ ദാരിദ്ര്യത്തിന്റെ കഥ പറയുകയാണോ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തുബദ്ദിറ തബ്ദീറാ വലാ തുബദ്ദിറ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഇഖ്വാന الشياطين وكان الشيطان للإنسان كفورا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തുബദ്ദിറ തബ്ദീറാ. നീ ധൂർത്തും ദുർവ്വയവും നടത്തരുതേ. ദുനിയാവിൽ നിന്റെ സമ്പത്തിൽ പ്രത്യേകമായ ശ്രദ്ധയുണ്ടാവണേ. അല്ലാഹു നിനക്ക് നൽകിയ സമ്പത്താണ്. ഈ സമ്പത്തിൽ നാളെ ചോദ്യമുണ്ടാകും. അതുകൊണ്ട് ഈ ദുനിയാവിൽ നീ ധൂർത്തും ദുർവ്വയവും അരുതേ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ഈ ദുനിയാവിൽ അടിച്ചുപൊളി കല്യാണങ്ങൾ നടത്തി ധൂർത്ത് നടത്തുന്നവരെ, ദുർവ്വയം ചെയ്യുന്നവരെ നിങ്ങൾ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ശൈത്താനിന്റെ വക്താക്കളാണവർ, പിശാചിന്റെ സഹോദരങ്ങളാണ്. ഉമ്മന ഉസ്താദിന്റെ വാക്കല്ല, പരിശുദ്ധ ഖുർആനാണ്. ഖുർആനാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ധൂർത്തും ദുർവ്വയവും നടത്തിക്കൊണ്ട് കല്യാണങ്ങൾ നടത്തുന്നവരെ, ചെലവ് നടത്തുന്നവരെ, ആ രീതിയിൽ ജീവിതം കൊഴിപ്പിക്കുന്നതായ ആളുകളെ അവർ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. പിശാചിന്റെ സഹോദരങ്ങളാണെന്ന് അല്ലാഹു പറയുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ മക്കളും അതിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കാൻ. ഇങ്ങനത്തെ ചെയ്തികൾ അങ്ങനെയാണ്. അതുകൊണ്ട് ശരിക്കും തൗബ ചെയ്തോ. സമ്പത്തുള്ള ആളുകൾ അശ്ലീലമാക്കപ്പെട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യും. തൗബയുടെ വാതിൽ ഇപ്പോൾ അടഞ്ഞിട്ടില്ല. മരണത്തിന് മുമ്പ് തൗബ ചെയ്യും. ഈ സമയത്ത് തന്നെ കണ്ണീരൊലിപ്പിക്കുന്ന അള്ളാഹുവെ അറിവില്ലായിരുന്നു, അറിയാതെ എന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ അനാവശ്യമായ മേഖലയിൽ ചെലവഴിച്ചു പോയിട്ടുണ്ട്. ഈ പുറത്തു തരണേ നാഥാ ചോദിക്കുന്നു. ഇല്ലെങ്കിൽ ആഖിറത്തിൽ അദാബാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തിയതല്ലയോ, ലാ തസാലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഈൻ. 4 കാര്യങ്ങളെ കൊണ്ട് ചോദിച്ചിട്ടല്ലാതെ മഹ്ശറിലേക്ക് വെച്ച കാല് അല്ലാഹു അനക്കാൻ പറ്റൂല. അല്ലാഹു നിന്നെ കൊണ്ട് അനക്കിക്കൂല. ഈ ദുനിയാവിൽ അടിച്ചുപൊളി ജീവിതം നയിച്ചവനല്ലേ, നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ദർബാറിലെത്തുമ്പോ 4 ചോദ്യങ്ങൾ അല്ലാഹു ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മഹ്ശറിലേക്ക് വെച്ച കാല് ഒന്ന് മുമ്പോട്ടോ പിറകിലോട്ടോ വലത്തോട്ടോ ഇടത്തോട്ടോ അനക്കാ പറ്റൂലയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറയിൽ വെച്ച കാല് അനക്കാൻ പറ്റൂല. എവിടെയാ മഹ്ശറ? എവിടെയാ മഹ്ശറ? മൈമൂന ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. യാ റസൂലല്ലാഹ്,
അഫ്തിനാ അനിൽ ബൈത്തുൽ മഖ്ദസി. പരിശുദ്ധമാക്കപ്പെട്ടതായ ഫലസ്തീനിലേതാകുന്ന ജെറുസലേമിലുള്ള മസ്ജിദുൽ അഖ്സയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ റസൂലേ, ഒന്നറിയിക്കുമോ ഹബീബേ? ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ, അവസാന ഭാര്യയായി പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്നതായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അഫ്തിനാ അനിൽ ബൈത്തുൽ മഖ്ദസ്. പരിശുദ്ധമാക്കപ്പെട്ട ഫലസ്തീനിലെ മൂന്നാമത്തെ ഹറമായ ഒന്നാം ഖിബലയായി മുസ്ലിമീങ്ങൾക്ക് റസൂലുള്ളാഹി അടയാളപ്പെടുത്തിയ പവിത്രമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ, ഒന്നറിയിച്ചു നൽകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ മറുപടി നൽകുകയാണ്, യാ മൈമൂന, എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന മൈമൂന, നീ എന്നോട് ചോദിച്ചത് കൊണ്ട് പറയുകയാണ്, ഹിയ അർളുൽ മഹ്ശരി വ അർളുൽ മൻശരി. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തോടുകൂടി സൂറന്ന കാഹളത്തിലൂടെ ഊത്ത് കടന്നു വരുമ്പോ ജനങ്ങളെ ഖബർ പിളർന്നുകൊണ്ട് ഓടുന്നത് മഹ്ശറ അവിടെയാണ്. ഫലസ്തീൻ എന്ന് പറയുന്നതാകുന്ന ഈ ദുനിയാവിലുള്ള സ്ഥലം നാളെ മഹ്ശറയായി മാറ്റപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. തിരുവേഗപ്പറയുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉമ്മമാരെ, കാതുകൊടുത്തുകൊണ്ട് കേൾക്കണേ, പഠിക്കേണ്ട വചനമാണ്. എന്തിനാണ് മുസ്ലിമീങ്ങൾ ഫലസ്തീനിലെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീഴുന്ന പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഇത്രയേറെ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഉസ്താദുമാര് വാദോരാതെ ഫലസ്തീനെ പുകഴ്ത്തുന്നത്? എന്തിനാണ് അതിനുവേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുസ്ലിം സമുദായത്തിന്റെ മക്കൾ തെരുവിലിറങ്ങിക്കൊണ്ട് ജാഥ നടത്തുന്നത്? മുസ്ലിമിന് ഏറ്റവും ബന്ധപ്പെട്ട സ്ഥലമാണ് ഫലസ്തീൻ എന്ന് തിരിച്ചറിയണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൈമൂന ബീവി ഹിയ അർളുൽ മഹ്ശരി വ അർളുൽ മൻശരി. നാളെ ജനങ്ങളെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഖബറിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് മഹ്ശറയാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നാളത്തെ മഹ്ശറ അവിടെയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഹിയ അർളുൽ മഹ്ശർ വ അർളുൽ മൻശർ. ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം അവിടെയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മനസ്സിലായിക്കോ, നിസാരമാക്കപ്പെട്ടതായ ഒരു സ്ഥലമല്ല അർളു ഫിലസ്തീൻ, ഫലസ്തീനിന്റെ മണ്ണെന്ന് പറയുന്നത്. നമുക്ക് അത്രയേറെ ബന്ധപ്പെട്ട ഹൃദയബന്ധമുള്ളവാകുന്ന ഒരു സ്ഥലമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ മഹ്ശറ എന്ന് പറയുന്നത് നിസാരമല്ല. ثم نفخ فيه أخرى فإذا هم قيام ينظرون. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ മൂന്നാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോ ജനങ്ങൾ ഖബർ പിളർന്നുകൊണ്ട് ഓടുന്ന സ്ഥലമാണ് മഹ്ശറയാണ്, ഫിലസ്തീനിന്റെ മണ്ണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. മൂന്നാമത്തെ ഊത്ത് വരുമ്പോഴാണ് നമുക്കറിയാം ഇസ്രാഫീൽ അലൈഹിസ്സലാം 3 ഊതലാണ് സൂറന്ന കാഹളത്തിലൂടെ നടത്തുക. മൊത്തം എത്ര ഊത്തുണ്ട്? 3 ഊതല. ഒന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ഫസഅ, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ്. എല്ലാരെയും പേടിപ്പിക്കാനുള്ള ഊത്ത്. വയൗമ യുൻഫഖു ഫിസ്സൂർ ഫഫസിഅ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർള് ഇല്ലാ മാ ശാ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ പ്രഥമ ഊത്ത്, ആദ്യത്തെ ഊത്തങ്ങോട് ഊതുമ്പോ ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും പേടിക്കുകയാണ്. ആദ്യത്തെ ഊത്തതാണ്, എല്ലാവരെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്.
അതാണ് സൂറത്തുൽ ഹജ്ജിലും മറ്റ് സൂറത്തുകളിലുമൊക്കെ അല്ലാഹു പറഞ്ഞത് ഖിയാമത്ത് നാളിന്റെ ഭയാനകതയെ കുറിച്ച്. വല്ലാത്ത രംഗമാണ്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകും ഇന്ന സൽസലതസ്സാഅ ശൈഉൻ അളീം യൗമ തറൗനഹാ تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു ലോകാവസാനത്തിന്റെ ഭീകരതയെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നല്ലെങ്കിൽ ഈ ലോകം നശിക്കാനുള്ളതാണ്. ഇന്ന് ശാസ്ത്രലോകം തന്നെ അംഗീകരിച്ച വസ്തുതയല്ലയോ? അല്ലയോ ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വിളിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ, മാനവകുലമേ, ഇത്തഖൂ റബ്ബകും, നിങ്ങൾ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കണേ. ഇന്ന സൽസലതസ്സാഅ ശൈഉൻ അളീം, ലോകാവസാനം അത് ഭീകരമാണ്, ഭീകരമാ. ജനങ്ങളെ മഹ്ശറിലേക്ക് തെളിക്കുന്നത് ഉൾപ്പെടെ ലോകാവസാനത്തിന്റെ ഭീകരത വലുതാണ്, വലുതാണ്. യൗമ തറൗനഹാ തദഖലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്, മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന മാതാവ് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുലപ്പാൽ ചുരത്തി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ സൂറന്ന കാഹളത്തിലൂടെ കടന്നു വരുമ്പോ മാറോട് ചേർത്ത് പിടിച്ച കുഞ്ഞിനെ ദൂരേക്ക് വലിച്ചെറിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ഒരു മാതാവിനെ തന്നെ കുഞ്ഞിനോട് ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ള സമയമാണ്. കുഞ്ഞ് കരയുന്ന സമയത്ത് അവളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുലപ്പാൽ കൊടുക്കുന്ന വേള. ആ സമയത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ പ്രഥമൂത്ത് കടന്നു വരുമ്പോ കുഞ്ഞിനെ ദൂരേക്ക് വലിച്ചെറിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. സ്വന്തം കാര്യമാണ് പിന്നീട് നോക്കുക, എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. ഒന്ന് ചിന്തിക്കണേ സഹോദരാ, നമ്മൾ മുസ്ലിമീങ്ങളല്ലേ? ഈ ലോകത്ത് അടുത്ത ഘട്ടം ഖബറിലേക്ക് പോകുമെന്ന ചിന്തയുള്ളവരല്ലേ? മരണമെന്ന കവാടത്തിലൂടെ ഖബറിലേക്ക് പോകുമെന്ന ചിന്തയുള്ളവരെ, വിശ്വാസമുള്ളവരെ, അവിടെ നിന്ന് മഹ്ശറിലേക്ക് പോകുമെന്ന ചിന്തയുള്ളവരെ, ലോകാവസാനത്തിന്റെ ഭീകരതയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ വിവരിക്കുന്നതൊന്ന് കാതുകൊടുക്കണേ. ഇതൊരു നിസ്സാരമായ വചനമല്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ റസൂലുള്ളാഹിയോട് പറയുകയാണ്, നബിയേ, നബിയേ, അന്ന് നേരിട്ട് തങ്ങൾക്ക് കാണാൻ സാധിക്കും റസൂലേ, മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ തന്റെ മക്കളെ ദൂരേക്ക് വലിച്ചെറിയുന്നതായി കാണാൻ പറ്റുമെന്ന് വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല, തീർന്നില്ല. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഗർഭിണികളായ സഹോദരിമാർ തന്റെ ഗർഭസ്ഥ ശിശുവിനെ വയറ്റിലിട്ടുകൊണ്ടിന് നടക്കുന്നതാകുന്ന വേളയിൽ അതാ സൂറന്ന കാഹളത്തിന്റെ ഊത്ത് കേൾക്കുകയാ. 4 മാസമേ 5 മാസമേ ആയിട്ടുള്ളൂ. കുഞ്ഞിന് റൂഹ് ഊതപ്പെട്ടിട്ടേയുള്ളൂ. ആ കുഞ്ഞിനെ പ്രസവിച്ച് പോകുകയാണ്. ഭീകരമാകുന്ന ശബ്ദം കേട്ടിട്ടെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തിന്റെ ആഘാതത്താൽ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പ്രസവിച്ചു പോകുമേ, പ്രസവിച്ചു പോകുമേ. അത്രമാത്രം ഭീകരമാകുന്ന അവസ്ഥയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വതറന്നാസ സുകാറാ. ജനങ്ങൾ മുഴുവൻ കള്ളു കുടിച്ചവനെ പോലെ, മതോന്മത്തനായവനെ പോലെ, ലഹരി നുണഞ്ഞുകൊണ്ട് മതോന്മത്തനായവനെ പോലെ ലക്കും ലഗാനമില്ലാതെ നടക്കുന്നതായി കാണും റസൂലേ. പക്ഷേ വമാഹും ബിസുകാറാ, അവരാരും തന്നെ
തന്നെ മദ്യപിച്ചിട്ട് മതോന്മത്തരായവരല്ല. വലാകിൻ അദാബല്ലാഹി ശദീദ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ചറപ്പിന്റെ ശിക്ഷ നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ശിക്ഷ. 1000ഓളം വർഷങ്ങൾ കൊണ്ട് കത്തിക്കപ്പെട്ട 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തിന്റെ ചൂട്, ആ നരകത്തിന്റെ നിശ്വാസം, ആ നരകത്തിന്റെ ഭീകരമാകുന്ന കാഴ്ചകൾ കൺമുന്നിൽ ഇനി കാണുമല്ലോ എന്നോർത്തുകൊണ്ട് ദുനിയാവിൽ രസാനുഭൂതി ഗ്രഹിച്ച് കള്ളു കുടിച്ച് വിചരിച്ച് സിനിമ കണ്ട് സീരിയൽ ദർശിച്ച് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടു നടന്നതായ ചെറുപ്പക്കാരനാണ്, കാമുകിയുമായി രസിച്ചതാകുന്ന ചെറുപ്പക്കാരനാണ്, കാമുകനുമായി പ്രളയത്തിൽ അകപ്പെട്ടു പോയതാകുന്ന സഹോദരിയാണ്. ഭീകരമാകുന്ന ലോകാവസാനത്തിന്റെ ശബ്ദത്തിന്റെ ആഘാതത്താൽ അവൾ പേടിച്ച് വിറച്ചുകൊണ്ട് ഓടുകയാണ്. ലക്കം ലഗാനമില്ലാതെ ജനങ്ങള് കള്ളുകുടിച്ചുകൊണ്ട് മതോന്മത്തനായവനെ പോലെ തെക്കോട്ടും വടക്കോട്ടും ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലാകിൻ അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷ ഓർത്തുകൊണ്ടാണ് റസൂലേ അവർ ഓടുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. 40 കൊല്ലം ആ ഓട്ടം തുടരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എത്ര നാളാണ്? ഒന്നാമത്തെ ഊത്തിന്റെ ഭീകരത 40 കൊല്ലമാണ്. മനസ്സിലാക്കണം, നിസാരമല്ല. സൂറന്ന കാഹളത്തിലൂടെയുള്ള ഊത്ത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മസ്ഊറു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, സൂറന്ന കാഹളത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറന്ന കാഹളത്തെ കുറിച്ച് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഹുവ ഖറനും മിൻ നൂർ, പ്രകാശത്താലുള്ള കുഴലാണ് സ്വാബ, പ്രകാശത്താലുള്ള ഒരു കുഴലാണ് സൂറന്ന കാഹളമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. വഅലമു ദാഇറത്തിൽ ഖറർ, ആ സൂറന്ന കാഹളത്തിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ നീളമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, ഏഴാകാശത്തിന്റെ മുകൾ തട്ട് മുതൽ 7-ാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ വലിപ്പമാണ് അതിനുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. 7-ാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ 7-ാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ളതാകുന്ന ഒരു കുഴൽ, അതാണെന്ത്? സൂറന്ന കാഹളം, ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് 7 ആകാശവും 7 ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും പേടിച്ചോടുന്നത്. കാരണം എന്താ? ഇത് ഫുള്ള് കവർ ചെയ്ത് നിൽക്കാണ്. നമ്മുടെ ഈ 2 ബോക്സ് സൗദി സൗണ്ട് സിസ്റ്റം ഇത് തന്നെ കേട്ടിട്ട് എല്ലാവരുടെയും ചെവിക്കൽ ഏകദേശം പോയിരിക്കാം, ഇവിടെ ഉള്ളവരുടെ അല്ലേ. ഇതിങ്ങനെ മൊത്തത്തിൽ ഫുള്ള് എല്ലാവരുടെയും ചെവിയുടെ അടുത്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ എഫ്രം അടിച്ചും ഉറപ്പാണ്. ഇപ്പൊ ഇയർഫോൺ തന്നെ ഡെയിലി ചെവിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നതാകുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത്? രാത്രിയിൽ പാട്ടൊക്കെ കേട്ടു നടക്കുന്ന ശാസ്ത്രം പറയുന്നുണ്ട്, ക്രമേണ ഒരു 15 കൊല്ലം കൊണ്ട് കേൾവി ശക്തി കുറയും, ശ്രവണപുടത്തിന്റെ ശേഷി കുറയും. എല്ലാ ദിവസവും പാലാപ്പള്ളിയും വെച്ച് കിടക്കുന്ന ടീമുണ്ട്. രാത്രി എല്ലാ ദിവസവും ഇത് തന്നെ കളി, ഒറ്റ ദിവസം മുടങ്ങൂല, എല്ലാ ദിവസവും പാട്ട് വെച്ചുകൊണ്ട് തന്നെ കിടക്കുക. ഇയർഫോൺ അങ്ങനെ സ്ഥിരമായി യൂസ് ചെയ്താൽ ചിലർ ഫോൺ വിളിക്കാനൊക്കെ ഇതാണ് ഉപയോഗിക്കാം. എന്ത്? എയർപോർട്സ് വെച്ച് അല്ലെങ്കിൽ ഇയർഫോൺ ഒക്കെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുള്ളൂ? അങ്ങനെ സ്ഥിരം യൂസ് ചെയ്താൽ എന്തുണ്ടാവും? ചെവിക്ക് പതുക്കെ ഒരു 15 വർഷത്തിനുള്ളിൽ കേൾവി ശക്തി കുറയുമെന്ന് ശാസ്ത്രം തന്നെ പറയുക. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 7 ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കുന്നതായ ഈ സൂറന്ന കാഹളത്തിലൂടെയുള്ള ഊത്ത്. സുബ്ഹാനല്ലാഹ്, 3 ഊതൽ ഊതാൻ വേണ്ടി തന്നെ അല്ലാഹു ഒരു മലക്കിനെ പടച്ചിരിക്കാൻ. സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പണി ഇത് മാത്രമാണ്. മെയിനായിട്ട് ഈ 3 ഊത്ത് ഊതുക. മദ്രസയിൽ പഠിച്ചതല്ലേ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ പണി എന്താണ്? സൂറന്ന കാഹളത്തിൽ ഊതുക. ഈ 3 ഊതൽ ഊതാൻ വേണ്ടി തന്നെ അല്ലാഹു ഒരു മലക്കിനെ പടച്ചു എന്ന് പറയുമ്പോൾ ആ 3 ഊത്ത് വലിയ ഊത്താണ്, നിസാരമല്ല എന്ന് നാം തിരിച്ചറിയണം.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ലമ്മാ ഫറഗല്ലാഹു തആല മിൻ ഖൽഖിസ് സമാവാതി വൽ അർദ് ഖലഖസ് സൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെയും ഭൂമികളെയും പടച്ചതിന് ശേഷം മൂന്നാമതായി അല്ലാഹു പടച്ചത് സൂർ എന്ന കാഹളത്തെയാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്തിനാണ് ഈ ആകാശങ്ങളെ തകർക്കാൻ ഈ സൂർ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ആകാശത്തെ മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്ര താരകങ്ങളെ തകർക്കാൻ, ചന്ദ്രനെ തകർക്കാൻ, സൂര്യനെ തകർക്കാൻ, ഈ സൗരയുധങ്ങളെ തകർക്കാൻ, ഈ ഭൂമിയെ തകർക്കാൻ, അതിലുള്ള ജീവജാലങ്ങളെ ഇല്ലാതാക്കാൻ, ഈ സർവ്വ മനുഷ്യരെയും നശിപ്പിക്കാൻ ഈ സൂർ എന്ന കാഹളം കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലമ്മാ ഫറഗല്ലാഹു തആല മിൻ ഖൽഖിസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളെ പടച്ചതിന് ശേഷം മൂന്നാമതായി പടച്ചത് സൂറിനെയാണ്. ഈ സൂർ എന്ന കാഹളത്തിലൂടെയാണ് ഊതുന്നത്. പിന്നെ പറയേണ്ടതില്ലല്ലോ, പേടിക്കാതിരിക്കോ. എത്ര നാളാണ് പേടിച്ച് മൂടുന്നത്? 40 വർഷം, 40 കൊല്ലം കഴിയുമ്പോഴാണ് അടുത്ത ഊത്തൂതാൻ പറയാ. മൊത്തത്തിൽ എത്ര ഊതലുണ്ട്? 3 ഊതൽ. ഒന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ഫസ്അ, പേടിപ്പിക്കാനുള്ള ഊത്താണ്. ഒന്ന് അറിയിപ്പ് കൊടുക്കുക. അതോടുകൂടി തന്നെ ചാനലിൽ പോയിട്ട് ആളുകൾ ഓട്ടം തുടങ്ങി. 40 കൊല്ലത്തോളമായി. ഇവിടെ ദുനിയാവിൽ 10 കൊല്ലം ജീവിച്ചിട്ടുണ്ടാവുള്ളൂ. എന്നാലും നാളെ ഖിയാമത്ത് നാളിന്റെ ശബ്ദം കേട്ടിട്ട് എത്ര നാൾ ഓടണം? 40 കൊല്ലം ഓടണം. മനസ്സിലാക്കണം, അതാണ് അതിന്റെ ഭീകരത. സാരല്ല, ശരിക്കും മനസ്സിലാക്കണം. 40 കൊല്ലമാണ് ഓടുന്നത്. ലക്കും ലഗാനും ഇല്ലാതെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാനൽ പോയിട്ട് ഓടുക. 40 കൊല്ലം ഞാനും നിങ്ങളും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടത്തിലേക്കുള്ള സംഭവമാണ്. അന്ന് പരിശുദ്ധമായ ദീൻ ജനങ്ങൾക്കില്ല. ജനങ്ങൾ മുഴുവനും കള്ളുകുടിയിലാണ്, ലഹരിയിലാണ്, അശ്ലീലതയിലാണ്. ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ പോലും ഈ ഭൂമുഖത്തുണ്ടാവൂല. അന്നാണ് ലോകം അവസാനിക്കുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. റാത്തീബുണ്ടാവൂല, മൗലിദുണ്ടാവൂല, ഖുർആനോദലുണ്ടാവൂല, ദിക്റുകൾ അസ്തമിക്കുന്ന ഘട്ടമാണ്. എല്ലാം നശിക്കുക. അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു ഇർഹം അബ്ദൽ ഖാദിർ ജീലാനി. അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഇപ്പൊ തന്നെ ലോകം അവസാനിക്കും. അതാ ഞാൻ പറഞ്ഞത്. അല്ലാന്ന് പറയാനില്ല ഒരുത്തൻ. ഉറക്കച്ചെല്ല്. അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു ഇർഹം അബ്ദൽ ഖാദിർ ജീലാനി. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അതൊക്കെ റാത്തീബിലൂടെ നമ്മൾ ചൊല്ലിപ്പടിച്ചവരാ. ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു യുഗം വരും. യുഗം അവസാനിക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പോലും വീടുകളിൽ നിന്ന് ഇല്ലാതാവും. പണ്ട് മഗ്രിബിന് തൊട്ടു മുമ്പ് മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ചേർത്ത് ഉമ്മമാര് വീടിനകത്തളങ്ങളിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 100 വട്ടം ചൊല്ലിയിരുന്നു. ആരെങ്കിലും ചെല്ലുന്നുണ്ടോ? ഒരാളുടെയും വീട്ടിലില്ല. ഒക്കെ പന്ത് കളിക്കാൻ. മഗ്രിബിന് മക്കൾ എവിടെ? ടെറഫിൽ. ഇശായിന് മകൻ എവിടെ? ടെറഫിൽ. സുബൈക്ക് മോൻ എവിടെ? ടെറഫിൽ.
വൈകിട്ടാവുമ്പോഴേ കളി തുടങ്ങി. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. എന്തൊരു മോശമാകുന്ന സ്വഭാവമാണിത്. നിങ്ങൾ പന്ത് കളിക്കണ്ട എന്നല്ല, പന്ത് കളിച്ചോ. അസറിന് ശേഷം 1 മണിക്കൂർ നിങ്ങൾ പന്ത് കളിക്കും. ശരീരത്തിന് വ്യായാമമാണ്, ആയിക്കോട്ടെ. അത് തന്നെ ഔറത്തുകൾ മറച്ചിട്ട് നല്ല വൃത്തിയായി കളിക്കും. മുട്ടുമുക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണ്. ഏത് സൈസ് പന്ത് കളിച്ചാൽ അത് എത്ര ഈ പ്രാവശ്യം ഈ തലമുറയോട് പറഞ്ഞിട്ടും പുരുഷന്മാർ ശ്രദ്ധിക്കുന്നില്ല. മുട്ടുപൂക്കൾ ഉൾപ്പെടെ മറച്ചിരിക്കണം. തുട കാണുന്ന രീതിക്ക് വസ്ത്രം ധരിക്കാൻ പാടില്ല. നിക്കറിട്ടുകൊണ്ട് പന്ത് കളിക്കാൻ പാടില്ല. 3/4 ഉള്ളതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന്റെ സമയത്ത് സുജൂദിന്റെ വേളയിൽ തുടയുടെ ഭാഗം വെളിവാകുന്നുണ്ടെങ്കിൽ ഔറത്ത് വെളിവായി നിസ്കാരം ബാത്തിലായി. എന്താ ഈ സമൂഹം മനസ്സിലാക്കാത്തത്? സമസ്യയുടെ സിലബത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് നിനക്ക് ബോധം വന്നില്ലേ? അതോ അറിവുണ്ടായിട്ടും വിവരക്കേട് കാണിക്കുകയാണോ? നിന്റെ നിസ്കാരങ്ങൾ ബാത്തിലാവൂലേ? എന്താണ് ഈ തലമുറ കാണിക്കുന്നത്? മഗ്രിബ് കഴിഞ്ഞിട്ട് യാസീൻ ഓതിയിരുന്ന തലമുറ, സൂറത്തുൽ വാഖി ഓതിയിരുന്ന ആളുകൾ, സൂറത്തുൽ മുൽക്ക് ഓതിയിരുന്ന തലമുറ, സൂറത്തു സജദ ഓതിയിരുന്നവർ, സൂറത്തു ദുഹാൻ ഓതിയിരുന്നവർ ഇന്നതെല്ലാം എടുത്തു കളഞ്ഞു. യാസീൻ സൂറത്തില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സ്വഹാബ. വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം യാസീനാണ്, യാസീനാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ പതിവായിരുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും യാസീൻ ഓതുമായിരുന്നു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ രാവിലെ വൈകിട്ട് ഓതും. നമ്മൾ ഒരെണ്ണം ഓതിയാ ഓതി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആരാ നീ? സുസുന്നി, ഭയങ്കര സുന്നിയാണ്, ഹാജിയാര. മറ്റേ യാസീൻ ജീവിതത്തിലില്ല. ആരെങ്കിലും മരിക്കണം യാസീൻ ഓതണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എടാ, മരണത്തിന് വേണ്ടി മാത്രമല്ല, മരിക്കാൻ കിടക്കുന്നവന്റെ ചാരത്തും മാത്രമല്ല, നിന്റെ സ്വന്തം ജീവിതത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉണ്ടാവട്ടെ സൂറത്ത് യാസീൻ. ഖുർആനിന്റെ ഹൃദയമാണ്. സൂറത്തുൽ മുൽക്ക് ഖബർ ജീവിതം സന്തോഷം കിട്ടാൻ നബി തങ്ങൾ പഠിപ്പിച്ചു. ഇശാ മഗ്രിബിനിടയിൽ ആരാ ഓതുന്നത്? സൂറത്തുൽ വാഖിയ ദാരിദ്ര്യ നിർമാർജനം വരുത്തി ദുനിയാവ് സന്തോഷമാകാൻ റസൂൽ പഠിപ്പിച്ചു. ആരാണ് കൃത്യമായി പാരായണം ചെയ്യുന്നവർ? പെൺമക്കൾ അധികരിച്ച സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, നീ നിന്റെ ജീവിതത്തിൽ കൃത്യമായി പഠിക്കേണ്ട സൂറത്താണേത്? സൂറത്തുൽ വാഖിയ. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെൺമക്കൾ അധികരിച്ച സ്വഹാബിയ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, നിന്റെ പെൺമക്കളെ പഠിപ്പിക്കണം. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പെൺമക്കൾ അധികമുള്ള അദ്ദേഹം പെൺമക്കളെല്ലാം പഠിപ്പിച്ചു ഓതാൻ വേണ്ടി പറഞ്ഞു. മൂച്ചിത്രയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്താൻ, ഒരു ദിവസം പോലും ശുദ്ധിയുള്ള കാലയളവിൽ നിങ്ങൾക്ക് വിട്ടുപോകാൻ പാടില്ല സൂറത്തുൽ വാഖിയ. അല്ലാഹു ഓതാൻ തൗഫീഖ് തരട്ടെ. എല്ലാ സൂറത്തും ഓതണം, പ്രത്യേകിച്ച് സൂറത്തുൽ വാഖിയ. പുരുഷന്മാര് അഥവാ വിട്ടുപോയാലും നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ പാടില്ല. അവർ ഓതണ്ടായിരുന്ന അർത്ഥത്തിലല്ല, പുരുഷന്മാരും ഓതണം. അഥവാ അവർ വിട്ടുപോയാലും നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ പാടില്ലാത്തൊരു സൂറത്തുണ്ടെങ്കിൽ ഇത് സൂറത്തുൽ വാഖിയ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് സാന്ത്വനം നൽകാൻ, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിന്റെ സൂറത്തുൽ വാഖിയ കൊണ്ട് പ്രചോദനദായകമുണ്ടാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ദിക്റില്ല, സലാത്തില്ല, ഇബാദത്തില്ല, ഇതൊക്കെ കുറഞ്ഞുപോയി. മഗ്രിബിന്റെ സമയത്ത് നമ്മൾ പന്തും കളിച്ച് റോഡിൽ കിടക്കുക. കുട്ടികളൊക്കെ രാത്രിയിൽ ഇങ്ങനെ കരയാനുള്ള കാരണം റസൂലുള്ളാഹി പറയുന്നത്, ഇദാ ഗറബത്തി ശംസു യന്തശിറു ശയാതീനു. മഗ്രിബിന്റെ സമയമായാൽ കുട്ടികളെ പുറത്തിറക്കരുത്, പിശാച് പാറിക്കളിക്കുന്ന സമയമാണ്. ഫഖതഫു സിബിയാനകും, നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ പിടിച്ചു വെക്കണം. വഹ്ബിസു മവാശിയക്കും, നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ കൊണ്ടുപോയി ബന്ധിക്കുകയും വേണം. വീട്ടിൽ പശുവുണ്ട്, പോത്തുണ്ട്, കിടാവുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആടൊക്കെ വളർത്തുന്ന ആളുകൾ മഗ്രിബിന് മുമ്പ് തന്നെ അതിനെ കൊണ്ടുവന്ന് കൂട്ടിൽ കയറ്റി ബന്ധിക്കണം. ആര് പറഞ്ഞു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇല്ലെങ്കിൽ അതിനൊക്കെ എന്ത് ബാധിക്കും? പിശാചികത ബാധിക്കും. ചെറിയ കുട്ടികൾക്കും പെട്ടെന്ന് പിടിപെടും. അതുകൊണ്ട് ഫഖതഫു സിബിയാനക്കും, മഗ്രിബിന് മുമ്പ് തന്നെ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ വീട്ടിനുള്ളിൽ കയറ്റണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ.